ഹായ് എല്ലാവർക്കും ആംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10th CBSE സോഷ്യൽ സയൻസിലെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following was not visualized by Frederick Soro in his first print of series of 4 prints made up of Democratic and Social Republic? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്മുടെ ഫെഡറിക് സോറോൻ്റെ അത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പറ്റും. ഫെഡറിക് സോറോൻ്റെ ഒരു ഇമേജ് കാണിച്ചായിട്ട് ആ ഇമേജിൽ അദ്ദേഹം പറയാത്ത, അതായത് സോഷ്യൽ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കെ പറ്റി അദ്ദേഹം പറയാത്ത എന്താണ് ആ ഇമേജിൽ ഉള്ളതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആൻഡ് യൂറോപ്പ്, മെൻ ആൻഡ് വുമൺ ഓഫ് ഓൾ ഏജസ്. അതായത് അമേരിക്കയിലും യൂറോപ്പിലെയും സ്ത്രീകളും പുരുഷന്മാരും എല്ലാ വയസ്സിലും പെട്ട ആൾക്കാരെ പറ്റി അദ്ദേഹം ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 ബി, സോഷ്യൽ ക്ലാസ് മാർച്ചിങ് ഓൺ എ ലോങ് ട്രെയിൻ, അതായത് എല്ലാ ആൾക്കാരും ഒരു ലോങ് ട്രെയിൻ പോലെ മാർച്ച് ചെയ്യുന്നു. ഓപ്ഷൻ സി, ഓഫറിംഗ് ഹോമേജ് ടു സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അത് ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓഫറിംഗ് ഹോമേജ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ല, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. ഓക്കെ, പിന്നെ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ അബോവ്. അപ്പോൾ നമുക്ക് എന്താ ഉത്തരം ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ഈ ഫെഡറിക് സോറോ വിഷ്വലൈസ് ചെയ്യാത്തത്, അതായത് ഓഫറിംഗ് ഹോമേജ് ടു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഡിസൈൻ ദ കവർ ഓഫ് ജർമ്മൻ അൽമനാക്ക്? ജർമ്മൻ അൽമനാക്കിനെ കവർ ആരാ ഡിസൈൻ ചെയ്തതെന്നാണ് കൂടി ചോദിച്ചത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ആൻഡ്രിയാസ് റെബ്മാൻ. ഓപ്ഷൻ ബി, കരോൾ കുർപ്പിൻസ്കി. ഓപ്ഷൻ സി, ജോഹാൻ ഗോഡ്ഫ്രൈഡ്. ഓപ്ഷൻ ഡി, ബേർബൺ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ആൻഡ്രിയാസ് റോബ്മാൻ. ഓപ്ഷൻ എ, ആൻഡ്രിയാസ് റോബ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇറ്റാലിയൻ റെവല്യൂഷണറി ഗസിപ്പി മസീനി വാസ് ബോൺ അറ്റ് ഡാഷ് ഇൻ 1807. അപ്പോൾ ഇറ്റാലിയൻ റെവല്യൂഷനിസ്റ്റ് ആയിരുന്ന ഗസിപ്പി മസീനി എവിടെയാണ് ജനിച്ചതെന്നാണ് ചോദിച്ചത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ജനോവ. ഓപ്ഷൻ ബി, കാർബോണാരി. ഓപ്ഷൻ സി, മാർസലീസ്. ഓപ്ഷൻ ഡി, ബേൺ. റൈറ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ, ജനോവ. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഹോസ്റ്റഡ് ദ കോൺഗ്രസ് അറ്റ് വിയന്ന ഇൻ 1815? ഈ താഴെ പറയുന്നതിൽ ആരാണ് വിയന്നയിൽ 1815 നടന്ന കോൺഗ്രസ് ഹോസ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ഇതിൽ വിയറ്റ്നാം എന്ന ക്വസ്റ്റ്യനുള്ള ചെറിയ തെറ്റാണ്, വിയന്ന എന്നാട്ടോ. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, കിങ് ഓഫ് നെതർലാൻഡ്. ഓപ്ഷൻ ബി, ഗസിപ്പി മസീനി. ഓപ്ഷൻ സി, ഡ്യൂക്ക് മറ്റേണിച്ച്. ഓപ്ഷൻ ഡി, ഒട്ടോ വാൻ ബിസ്മാർക്ക്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡ്യൂക്ക് മറ്റേണിച്ച് ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റിസോഴ്സസ് ആർ ഓൺ പ്രൈവറ്റ്ലി ബൈ ഇൻഡിവിജ്വൽസ്? താഴെ പറയുന്നതിൽ ഏതാണ് ഇൻഡിവിജ്വൽസിന് ഓൺ ചെയ്യുന്ന റിസോഴ്സ് ഏതാണെന്ന് ചോദിച്ചത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ബയോട്ടിക് റിസോഴ്സസ്. ഓപ്ഷൻ ബി, ഇൻഡിവിജ്വൽ റിസോഴ്സസ്. ഓപ്ഷൻ സി, നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഓപ്ഷൻ ഡി, ബയോട്ടിക് റിസോഴ്സസ്. ഏതാണ്? ഓപ്ഷൻ ബി, ഇൻഡിവിജ്വൽ റിസോഴ്സസ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ ഈസ്? ഇന്ത്യയുടെ മൊത്തം ജോഗ്രഫിക്കൽ ഏരിയ എത്രയാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ, 328 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഓപ്ഷൻ ബി, 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഓപ്ഷൻ സി, 32.8 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഓപ്ഷൻ ഡി, 0.328 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഏതാണ്? ഓപ്ഷൻ ബി, 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഈസ് ദ ടെറസ് കൾട്ടിവേഷൻ നോട്ട് പ്രാക്ടീസ്ഡ്? ടെറസ് കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യാത്ത സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ, പഞ്ചാബ്. ഓപ്ഷൻ ബി, ഹരിയാന. ഓപ്ഷൻ സി, ഉത്തരാഞ്ചൽ. ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. ഏതാണ്? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്രയാണ് റൈറ്റ് ആൻസർ. അടുത്ത്, റിസോഴ്സ് വിച്ച് ആർ സർവേഡ് ആൻഡ് ദർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഹാവ് ബീൻ ഡിറ്റർമൈൻഡ് ഫോർ ദി യൂട്ടിലൈസേഷൻ ആർ നോൺ ആസ്? അതായത് റിസോഴ്സ് സർവേ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയും മനസ്സിലാക്കി ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ റിസോഴ്സ് ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ, പൊട്ടൻഷ്യൽ റിസോഴ്സസ്. ഓപ്ഷൻ ബി, സ്റ്റോക്ക്. ഓപ്ഷൻ സി, ഡെവലപ്ഡ് റിസോഴ്സസ്. ഓപ്ഷൻ ഡി, റിസർവ്. ഏതാണ്? ഓപ്ഷൻ സി, ഡെവലപ്ഡ് റിസോഴ്സസ്. അടുത്തത്, ആക്ട് ഓഫ് ഡാഷ് റെക്കഗ്നൈസ് സിംഹള ആസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ബൈ ഡിസ്റിഗാർഡിംഗ് തമിഴ്. താഴെ പറയുന്ന ഒരു ആക്ട്, അതായത് വർഷം കൊടുത്ത്
അത് വർഷത്തെ ആക്ട് പ്രകാരം ഏത് വർഷത്തെ ആക്ട് പ്രകാരമാണ് സിംഹള ഭാഷ ഒഫീഷ്യൽ ഭാഷയായിട്ട് ശ്രീലങ്കയിൽ അംഗീകരിച്ചത് തമിഴ് ഭാഷയെ തഴഞ്ഞുകൊണ്ട്? ഏതാണ് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ 1940, ഓപ്ഷൻ ബി 1956, ഓപ്ഷൻ സി 1948, ഓപ്ഷൻ ഡി 1984. ഏതാണ്? ഓപ്ഷൻ ബി 1956. Next question. Constitution of Belgium prescribes that the number of Dutch and French speaking ministers shall be dash in the central government. അതായത് ബെൽജിയത്തിലെ ഭരണഘടന പ്രകാരം ഡച്ചും ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന മന്ത്രിമാർ എത്ര ആൾക്കാർ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവാൻ പറ്റും എന്നാണ് ചോദിച്ചത്. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ അൺഈക്വൽ, ഓപ്ഷൻ ബി ഈക്വൽ, ഓപ്ഷൻ സി അക്കോർഡിംഗ് ടു പോപ്പുലേഷൻ, ഓപ്ഷൻ ഡി അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഏതാണ്? ഓപ്ഷൻ ബി ഈക്വൽ റെപ്രസെൻറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഈസ് ഇലക്റ്റഡ് ബൈ പീപ്പിൾ ബിലോങ്ങിങ് ടു വൺ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ഡച്ച് ജർമ്മൻ സ്പീക്കിംഗ്. വാട്ട് പവർ ഡസ് ഇറ്റ് ഹോൾഡ്? അതായത് പവർ ഷെയറിംഗ് പഠിക്കാനുള്ളതാണ്. അതായത് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിനെ കുറിച്ച്, കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് എന്താണെന്ന് പറ്റിയിട്ട്. അതായത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കൾച്ചറൽ, എഡ്യൂക്കേഷൻ ആൻഡ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്. ഓപ്ഷൻ ബി പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഓപ്ഷൻ സി ഡിഫൻസ് റിലേറ്റഡ് ഇഷ്യൂസ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. ഏതാണ്? ഓപ്ഷൻ എ കൾച്ചറൽ, എഡ്യൂക്കേഷൻ ആൻഡ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ശ്രീലങ്ക the democratically elected government adopted a series of dash measures to establish Sinhala supremacy. അതായത് ശ്രീലങ്കയിൽ അവിടെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് സിംഹള സുപ്രീമസി, സിംഹള ഭാഷക്കാരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഡാഷ് കൈൻഡ് ഓഫ് മെഷേഴ്സ് എടുത്തു. അതായത് ചോദിച്ചത് എന്താണ്? എക്സ്ട്രീം, ബി ഡെമോക്രാറ്റിക്, സി പൊളിറ്റിക്കൽ, ഡി മജോറിറ്റേറിയൻ. ഏതാണ്? ഓപ്ഷൻ ഡി മജോറിറ്റേറിയൻ. Next question. A belief that the majority community should be able to rule the country in whichever way it wants by disregarding the wishes and needs of the minority is. അതായത് നമുക്കൊരു വിശ്വാസം, അതായത് മജോറിറ്റി കമ്മ്യൂണിറ്റിക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ രാജ്യത്ത് ഭരിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ? അവരുടെ മൈനോറിറ്റിയുടെ ആവശ്യങ്ങളും വിശ്വാസമൊക്കെ പരിഗണിക്കാത്ത രീതിയിൽ മജോറിറ്റിക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭരിക്കാൻ പറ്റുന്നുള്ള ഒരു ബിലീഫ്. അത് ഏതാണ്? ഏതിനെ കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ എ പവർ ഷെയറിംഗ്, ഓപ്ഷൻ ബി സെൻട്രൽ ഗവൺമെൻറ്, ഓപ്ഷൻ സി മജോറിറ്റേറിയനിസം, ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. ഏതാണ്? ഓപ്ഷൻ സി മജോറിറ്റേറിയനിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീലങ്കൻ തമിഴ്സ് ലോഞ്ച് എ സ്ട്രഗിൾ ഫോർ. ശ്രീലങ്കൻ തമിഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രഗിൾ ലോഞ്ച് ചെയ്തതെന്ന്? ഓപ്ഷൻ എ language recognition and autonomy and equal opportunities. Option B language based division of country and major jobs. Option C equal distribution of resource and separate land. Option D government jobs and equal representation in government. എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീലങ്കക്കാർ അവരുടെ ശ്രീലങ്കൻ തമിഴിയൻസ് സ്ട്രഗിൾ സംഘടിപ്പിച്ചതിന് വേണ്ടിയിട്ടാണ്? ലാംഗ്വേജ് റെക്കഗ്നിഷൻ, ഓട്ടോണമി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The government organ that resolve the disputes between the central and state government is. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഗവൺമെൻറ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ പാർലമെൻറ്റ്, ഓപ്ഷൻ ബി ആർമഡ് ഫോഴ്സസ്, ഓപ്ഷൻ സി സുപ്രീം കോർട്ട്, ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ഏതാണ്? ഓപ്ഷൻ സി സുപ്രീം കോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The real success of federalism in India can be attributed to the nature of dash in our country. അതായത് ഇന്ത്യയിൽ ഫെഡറലിസം ശരിക്കും വിജയിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതോ ഒരു നേച്ചർ കൊണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് നേച്ചർ എന്ന് ചോദിച്ചത്? റിലീജിയസ് പൊളിറ്റിക്സ്, പൊളിറ്റിക്സ് ബേസ്ഡ് ഓൺ കാസ്റ്റിസം, മണി പൊളിറ്റിക്സ്, ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. ഏതാണ്? ഓപ്ഷൻ ഡി ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം? താഴെ പറയുന്നതിൽ ഏതാണ് ഫെഡറലിസത്തിൻ്റെ ഫീച്ചർ അല്ലാത്തത്? ഓപ്ഷൻ എ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ഹാവ് ദെയർ ഓൺ ജുറിസ്ഡിക്ഷൻ. ഫെഡറലിസത്തിൻ്റെ ഫീച്ചറാണ്. ചേഞ്ചസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർ കോൺസെൻറ്റ് ഓഫ് ബോത്ത് ഗവൺമെൻറ്. അല്ലേ? ഭരണഘടനത്തെ മാറ്റം വേണമെങ്കിൽ 2 ലെവലിലും, മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനും കൺസെൻറ്റ് ആവശ്യമാണ്. കറക്റ്റാണ്. ഓപ്ഷൻ സി കോർട്സ് ഹാവ് പവർ ടു ഇൻ്റർപ്രറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവർ ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ്. അല്ലേ? കോടതിക്ക് എന്ത് ചെയ്യാൻ ഭരണഘടനയിലും ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അവകാശമുണ്ട്. ഓപ്ഷൻ ഡി സോഴ്സസ് ഓഫ് റവന്യൂ ഫോർ ഓൺലി സെൻട്രൽ ഗവൺമെൻറ് ആർ സ്പെസിഫൈഡ്. അല്ല, സോഴ്സ് ഓഫ് റവന്യൂ ഫോർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ സ്പെസിഫൈഡ്. അങ്ങനെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഫീച്ചർ അല്ലാത്തത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെൻറ്റൽ ഗോൾ ഫോർ ദി ലാൻഡ്ലെസ് റൂറൽ ലേബറേഴ്സ്? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു
ലാൻഡ്ലെസ് ആയിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ലേബറെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾ എന്തായിരിക്കും എന്ന് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ ടു ഗെറ്റ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ, ഓപ്ഷൻ ബി ടു എഡ്യൂക്കേറ്റ് ദെയർ ചിൽഡ്രൻ, ഓപ്ഷൻ സി മോർ ഡേയ്സ് ഓഫ് വർക്ക് ആൻഡ് ബെറ്റർ വേജസ്, ഓപ്ഷൻ ഡി ടു ഷിഫ്റ്റ് ടു ദ സിറ്റീസ്. ഏതാണ് ഓപ്ഷൻ സി മോർ ഡേയ്സ് ഓഫ് വർക്ക് ആൻഡ് ബെറ്റർ വേജസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രീസ് വിത്ത് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഡാഷ് ആൻഡ് എബോവ് ഇൻ 2017 ആർ കാൾഡ് റിച്ച് കൺട്രീസ്. അതായത് 2017 കണക്ക് പ്രകാരം പെർ ക്യാപിറ്റ ഇൻകം എത്രയും അതിന് മുകളിലുള്ള ആൾക്കാരാണ് നമ്മൾ റിച്ച് കൺട്രീസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ $12 ഓഫ് 12,056 പെർ മന്ത്, $12 ഓഫ് 12,056 പെർ ആനം, $12 ഓഫ് 995 പെർ ആനം, $12 ഓഫ് 995 പെർ മന്ത്. ഏതാണ് ഓപ്ഷൻ ബി $12 ഓഫ് 12,056 പെർ ആനം. Next question, the share of tertiary sector in India's GDP in 2011 and 12. അത് ടേർഷ്യറി GDP-യിലേക്കുള്ള ടേർഷ്യറി സെക്ടർ എന്നുള്ള കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ അതേതാണ് ചോദിച്ചത്, ഏകദേശം എത്രയാണെന്ന്. ടേർഷ്യറി സെക്ടർ മീൻസ് സർവീസ് സെക്ടർ. ഓപ്ഷൻ എ അറൗണ്ട് 46%, ഓപ്ഷൻ ബി അറൗണ്ട് 42%, ഓപ്ഷൻ സി അറൗണ്ട് 74%, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. ഏതാണ് ഓപ്ഷൻ എ അറൗണ്ട് 46%. Next question, HDI stand for heavy developed industrial, option B human development index, option C highly developed infrastructure, option D highest development index. ഏതാണ് ഓപ്ഷൻ ബി human development index. Next question, which of the following is not a cause of underdeveloped country. താഴെ പറയുന്നത് ഏതാണ് അണ്ടർ ഡെവലപ്മെൻറ്റ് കൺട്രീൻ്റെ കാരണമല്ലാത്ത ഏതാണ്, അല്ലെങ്കിൽ അതൊരു ബന്ധപ്പെടാത്ത അതിൻ്റെ അണ്ടർ ഡെവലപ്ഡ് കൺട്രി ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ ഡൊമിനൻസ് ഓഫ് മാസ് കൺസപ്ഷൻ, ഓപ്ഷൻ ബി ഇൻകം ഇൻഇക്വാലിറ്റീസ്, ഓപ്ഷൻ സി ഓവർ പോപ്പുലേഷൻ, ഓപ്ഷൻ ഡി അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അല്ലേ, അത് അണ്ടർ ഡെവലപ്മെൻറ്റ് കൺട്രി ഇല്ലാത്തത് എന്താണെന്ന്, അതായത് ഇൻകം ഇൻഇക്വാലിറ്റീസ് അവിടെ ഉണ്ട്, ഓവർ പോപ്പുലേഷൻ ഉണ്ട്, അണ്ടർ എംപ്ലോയ്മെൻറ്റ് അവിടെ ഉണ്ട്. ഇല്ലാത്തത് എന്താണ് ഡൊമിനൻസ് ഓഫ് മാസ് കൺസപ്ഷൻ, ഓപ്ഷൻ എ. അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഒക്കേഴ്സ് വെൻ പീപ്പിൾ, അതായത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എപ്പോഴാണ് നടക്കുന്നത് ചോദിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ. ഓപ്ഷൻ എ പീപ്പിൾ ഡു നോട്ട് വാണ്ട് ടു വർക്ക്, ഓർ ബി ഓപ്ഷൻ ബി ആർ വർക്കിംഗ് ഇൻ എ ലേസി മാനർ, ഓപ്ഷൻ സി ആർ വർക്കിംഗ് ലെസ് ദാൻ വാട്ട് ദേ ആർ capable ഓഫ് ഡൂയിങ്, ഓപ്ഷൻ ഡി ആർ നോട്ട് പെയ്ഡ് ഫോർ ദെയർ വർക്ക്. റൈറ്റ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആർ വർക്കിംഗ് ലെസ് ദാൻ വാട്ട് ദേ ആർ capable ഓഫ് ഡൂയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following sector contribute the most towards the GDP in India. അതായത് ഏത് സെക്ടറിനാണ് ഇന്ത്യയിലെ GDP-യിലേക്ക് ഏറ്റവും കോൺട്രിബ്യൂഷൻ വരുന്ന ഏത് സെക്ടറിനാണെന്നാണ്. ഓപ്ഷൻ എ പ്രൈമറി സെക്ടർ, ഓപ്ഷൻ ബി സെക്കൻഡറി സെക്ടർ, ഓപ്ഷൻ സി ടെർഷ്യറി സെക്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. ഏതാണ് ഓപ്ഷൻ സി ടെർഷ്യറി സെക്ടർ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഈ ചിത്രം നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഹൂ ഡിസൈൻ ദ കവർ ഓഫ് ജർമ്മൻ അൽമനാക്ക്. ഈ ചിത്രം ജർമ്മൻ അൽമനാക്കിന് ഫിഗറാണ്. ആരാണ് ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്തതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഒട്ടോ വാൻ ബിസ്മാർക്ക്, ഓപ്ഷൻ ബി ആൻഡ്രിയസ് റബ്മാൻ, ഓപ്ഷൻ സി ഗെസിപ്പി മസീനി, ഓപ്ഷൻ ഡി നെപ്പോളിയൻ. ഏതാണ് ഓപ്ഷൻ ബി ആൻഡ്രിയാസ് റബ്മാൻ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഒരു വിഷയത്തിനെ പറ്റിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് എന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഐഡൻറ്റിഫൈ ദ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 2 ഫീമെയിൽ അലിഗറീസ് ഓഫ് ഫ്രാൻസ് ആൻഡ് ജർമ്മൻ. ഈ 2 ഫീമെയിൽ ഇവർ എന്താണ് ഫ്രാൻസിലും ജർമ്മനിയും ഫീമെയിൽ അലിഗറിനെ കാണിക്കുന്നു. ദേ സ്റ്റുഡ് ആസ് പെർസോണിഫിക്കേഷൻ ഓഫ് റിപ്പബ്ലിക് ആൻഡ് ലിബർട്ടി. അവർ റിപ്പബ്ലിക്കും ലിബർട്ടി കാണിക്കുന്നതാണ്. These allegories remain the public of national symbol of unity and persuade them to identify with it. Okay, they were portrayed that they gave the abstract idea of nation in a concrete form. Okay, ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ഫീമെയിൽ അലിഗറീസ് കാരണം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കാനുള്ളത്. അതായത് ജർമ്മനിയെ പറ്റിയും അതേപോലെ തന്നെ മരിയാനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവിടെ. ഫ്രാൻസിൻ്റെ അലിഗറിയായ മരിയാനും ജർമ്മനിയുടെ അലിഗറിയായ ജർമ്മനിയെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 4 ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജർമ്മനിയൻ ആർട്ടിസ്റ്റിയ, അതല്ല. ഓപ്ഷൻ ബി ജർമ്മനിയൻ ക്രിസ്റ്റിയ, അല്ല. എന്താണ് ഓപ്ഷൻ സി മരിയാന ആൻഡ് ജർമ്മനിയ, അതല്ലേ റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി. മരിയാനെ കുറിച്ചും ജർമ്മനിയെ കുറിച്ചും അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഐഡൻറ്റിഫൈ ദ ലാൻഡ്. ഈ താഴെ പറഞ്ഞ പോയിന്റ് നോക്കിയിട്ട് ഏതാണ് ലാൻഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇൻക്ലൂഡ്സ് റോക്കി അരിഡ് ഡെസേർട്ട് ഏരിയാസ്. ഇവിടെ നിന്നാണ് റോക്കി അരിഡ് ഡെസേർട്ട് ഏരിയാസ് ആണ്. ദിസ് ലാൻഡ് പുട്ട് other non-agriculture uses include settlements, roads, railways, industry. അതായത് ഈ ലാൻഡ് നമുക്ക് ബാക്കി കൃഷി അല്ലാത്ത വേറെ സെറ്റിൽമെൻറ്റ്സിന് ഉപയോഗിക്കുന്നുണ്ട്. റോഡ് ഉണ്ടാക്കാൻ വേണ്ടി റെയിൽവേ ഇൻഡസ്ട്രീസ് ഒക്കെ ഉപയോഗിക്കുന്ന ലാൻഡാണ്. കണ്ടിന്യൂസ് യൂസ് ഓഫ് ദിസ് ലാൻഡ് ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം വിത്തൗട്ട് ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു കൺസർവ് ആൻഡ് മാനേജ് ഇറ്റ് ഹാസ് റിസൾട്ട് ഇൻ ലാൻഡ് ഡിഗ്രഡേഷൻ. ഇത് ഈ ഭൂമി എന്താ ഒരുപാട് കാലത്തോളം നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകിച്ച് കൺസർവ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ മെഷേഴ്സ് ഒന്നും എടുക്കാതെ സമയത്ത് ഡിഗ്രഡേഷന് കാരണമായി. വിച്ച് സെലക്ട് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. ഇത് ഏത് ലാൻഡിനെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്? വേസ്റ്റ് ലാൻഡ്, ഫോറസ്റ്റ് ലാൻഡ്, ഫാലോ ലാൻഡ്, ഗ്രേസിംഗ് ലാൻഡ്. ഏതാണ്? ഓപ്ഷൻ എ, വേസ്റ്റ് ലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കൈൻഡ് ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് ഇന്ത്യയിലെ ഈ ലെജിസ്ലേറ്റീവ് പവർ ഡിസ്ട്രിബ്യൂഷൻ പറ്റിയിട്ട് ഭരണഘടനാ പ്രകാരമുള്ള ലെജിസ്ലേറ്റീവ് പവർ ഡിസ്ട്രിബ്യൂഷൻ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, ഇറ്റ് ഇൻക്ലൂഡ്സ് സബ്ജക്റ്റ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇവിടെ എന്താണ് ഈ ലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? അതായത് നാഷണൽ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ഒരു പോയിന്റ് കൊടുത്ത്, പ്രൊവൈഡ്സ് യൂണിഫോമിറ്റി ത്രൂ ഔട്ട് ദ കൺട്രി. അത് നമ്മുടെ രാജ്യത്തിന് ത്രൂ ഔട്ട് ആയിട്ട് ഏകദേശം യൂണിഫോം ആയിട്ട് തന്നെയാണ് ഇതിലെ ലോകളൊക്കെ വരുന്നത്. അടുത്തൊരു പോയിന്റ്, ദ യൂണിയൻ ഗവൺമെൻറ് അലോൺ ഹാസ് ദ പവർ ടു മേക്ക് ലോസ് റിലേറ്റഡ് ടു ദ സബ്ജക്റ്റ് ഓഫ് ദിസ് ലിസ്റ്റ്. ഈ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കാനുള്ള അവകാശം ആർക്കാണ്? യൂണിയൻ ഗവൺമെൻറ് മാത്രമാണ്. അടുത്തൊരു പോയിന്റ് എടുത്തത്, ബാങ്കിങ്, ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ ആർ സം സബ്ജക്ട് അണ്ടർ ദിസ് ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ പെടുന്ന കുറച്ച് വിഷയങ്ങൾ എക്സാമ്പിളാണ് ബാങ്കിങ്, ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ. അപ്പോൾ ഏത് ലിസ്റ്റിനെ കുറിച്ച് ചോദിച്ചെന്നാൽ ചോദിച്ചിട്ടോ. ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റ്, ഓപ്ഷൻ ബി യൂണിയൻ ലിസ്റ്റ്, ഓപ്ഷൻ സി റെസിഡറി ലിസ്റ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബോവ്. ഏതാണ്? ഓപ്ഷൻ ബി യൂണിയൻ ലിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോളം എ കോളം ബി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം കോളം എ ആൻഡ് കോളം ബി. കോളം എയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് എ ബ്രോക്കൺ ചെയിൻസ്, ബി ബ്രസ്റ്റ് പ്ലേറ്റ് വിത്ത് ഈഗിൾ, സി സ്വോർഡ്, ഡി റൈസ് ഓഫ് ദ റൈസിംഗ് സൺ. ഓപ്ഷൻ ബി കൊടുത്ത് നോക്കാം. സിമ്പിൾ ഓഫ് ദ ജർമ്മൻ എംപയർ, സ്ട്രെങ്ത്, റെഡിനെസ് ടു ഫൈറ്റ്, ബീങ് ഫ്രീഡ്, ബിഗിനിങ് ഓഫ് ദ ന്യൂ ഇയർ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എ ബ്രോക്കൺ ചെയിൻ എന്തിനെ കാണിക്കുന്നു? ഓപ്ഷൻ എ ബീയിങ് ഫ്രീഡ്, തേർഡ് വൺ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 3 ഏതാണുള്ളത്? ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ എന്ത്? ഇത് ബ്രോക്കൺ ചെയിൻ തേർഡ് ഓപ്ഷന് ബീയിങ് ഫ്രീഡ് മാച്ച് ചെയ്ത ഓപ്ഷൻ സിയിൽ മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏകദേശം ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് അടുത്ത് നോക്കാം. ബ്രസ്റ്റ് പ്ലേറ്റ് വിത്ത് ഈഗിൾ, ഇത് എന്തിനെ കാണിക്കുന്നു? ഇസ് എ സിമ്പിൾ ഓഫ് ജർമ്മൻ എംപയർ ആൻഡ് സ്ട്രെങ്ത് അല്ലേ? ഓപ്ഷൻ ബി ഇറ്റ് ഇസ് 1, ദാറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, അവിടെ രണ്ടാമത് B1 അതെന്തായാലും കറക്റ്റാണ്. അപ്പോൾ നമുക്കിത് ഉറപ്പിച്ച് ഏകദേശം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എന്നാൽ നമുക്ക് ബാക്കിയുള്ള നോക്കാം. സ്വോർഡ് എന്തിനെ കാണിക്കുന്നു? റെഡിനെസ് ടു ഫൈറ്റ്, ദാറ്റ് ഈസ് സി നമ്പർ 2 ഇസ് കറക്റ്റ്. ആൻഡ് റൈസ് ഓഫ് ദ റൈസിംഗ് സൺ, ബിഗിനിങ് ഓഫ് ദ ന്യൂ ഇയർ, അതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ റിവോൾട്ട് ഓഫ് 1848 ഇൻ പാരീസ്? താഴെ പറയുന്ന പോയിന്റുകളിൽ ഈ 1848 പാരീസിൽ എന്ന റിവോൾട്ട് ബന്ധപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു. ഒന്നാമത്തത്, സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ഇൻ ടൗൺസ് വെർ ഓഫൺ ഫേസ് വിത്ത് സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ഇമ്പോർട്ട് ഓഫ് ചീപ്പ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് ഫ്രം ഇംഗ്ലണ്ട്. അതായത് പട്ടണങ്ങളുടെ, അതായത് ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സ് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന മെഷീൻ മെയ്ഡ് ഗുഡ്സ് കൊണ്ടുവന്നതിന് പകരം അതിന് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. റൈറ്റാണ്. ഫുഡ് ഷോർട്ടേജ് ആൻഡ് വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെൻറ്റ് ബ്രോട്ട് ദ പോപ്പുലേഷൻ ഓഫ് പാരീസ് ഔട്ട് ഓഫ് ദ റോഡ്. അതായത് അവിടുത്തെ ഫുഡ് ഷോർട്ടേജും അതുപോലെ തന്നെ തൊഴിലില്ലായ്മ എന്ത് ചെയ്തു? പാരീസിലെ ജനങ്ങളെ പിന്നെ എന്താണ് റോഡിലിറക്കി, മീൻസ് അവരൊക്കെ എന്ത് ചെയ്തു? പുറത്ത് അലയേണ്ടി വരുന്നു. അത് കറക്റ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഒരു പോയിന്റ് കൊടുത്ത്, നാഷണൽ അസംബ്ലി പ്രൊക്ലെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഗ്രാൻഡഡ് സഫ്രേജ് ടു അഡൽട്ട് മെയിൽസ് അബോവ് 21. അതായത് നാഷണൽ അസംബ്ലി പ്രകാരം ഭരണഘടന മൊണാർക്കി ആയിരുന്നു. മാത്രമല്ല അവർ എന്ത് ചെയ്തു? 21 വയസ്സിന് മുകളിൽ എല്ലാവർക്കും അഡൽട്ട് സഫ്രേജ് കൊടുത്തു എന്നാണ് പറയുന്നത്. അതൊക്കെ റൈറ്റ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. അപ്പോൾ നാലാമത്തെ നോക്കാം. മെൻ ആൻഡ് വുമൺ ഓഫ് ദ ലിബറൽ മിഡിൽ ക്ലാസ് കമ്പൈൻഡ് ദർ ഡിമാൻഡ്സ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻസും വിത്ത് നാഷണൽ യൂണിഫിക്കേഷൻ. അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകിച്ച് ലിബറൽ മിഡിൽ ക്ലാസ് പെട്ട ആൾക്കാർ എന്ത് ചെയ്തു? അവരെ കോൺസ്റ്റിറ്റ്യൂഷൻസും നാഷണൽ യൂണിഫിക്കേഷൻ എന്ന ഡിമാൻഡ്സ് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും അത്ര കറക്റ്റാണെന്ന് തോന്നുന്നില്ല 1848 റിവോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിൽ ഇപ്പോൾ എന്താണ് 1848 പാരീസ് റിവോൾട്ടായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് 3 and 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. Agriculture and related sector is called the primary sector of the economy. അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട സെക്ടർ നമ്മൾ ഒരു എക്കണോമിയുടെ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നു. അടുത്തൊരു പോയിന്റ്, പ്രൈമറി ആക്ടിവിറ്റീസ് ആർ ദോസ്
which are directly produced from natural resources. Primary activities എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ റിസോഴ്സിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഈ പിന്നെ പറഞ്ഞതിൽ ഏതാണ് ഈ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് മുമ്പ് കൊടുത്ത ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അല്ലേ? പ്രൈമറി ആക്ടിവിറ്റീസ് സംബന്ധിച്ചിടത്തോളം അല്ല അഗ്രികൾച്ചർ സംബന്ധിച്ചിടത്തോളം കറക്റ്റാണ്. ഓപ്ഷൻ എ ഓൺലി 1, ഓപ്ഷൻ ബി ഓൺലി 2, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ഓപ്ഷൻ സി ബോത്ത് 1 and 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മീൻസ് ബാക്കി ഒരു പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോ നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കുന്നതിൻ്റെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.